ഇന്ന് ചേമ്പില കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പിലയുടെ തണ്ട് ഭാഗം മുറിച്ച് മാറ്റാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ആദ്യം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് മല്ലിയില എന്നിവ നന്നായി അരച്ചെടുക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാര, അയമോദകം എന്നിവ ചേർത്ത് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. കുറച്ച് എണ്ണ കൂടി ചേർത്ത് പതുക്കെ ഇളക്കി കട്ടകളില്ലാതെ കലക്കിയെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ തീരെ ലൂസാകാനും പാടില്ല. ഇത് ഇലയിൽ തേച്ച് പിടിപ്പിക്കാനാണ്. ചേമ്പിന് മറിച്ച് വെച്ച് അതിന് മുകളിലേക്ക് മാവ് ഒഴിച്ച് വരട്ടി എല്ലാ ഭാഗങ്ങളിലേക്കും മാവ് വെച്ച് കൊടുക്കാം. പതുക്കെ വശങ്ങൾ മടക്കി ചുരുട്ടി എടുക്കാം. ഇനി ഇതൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. തണുത്ത് വന്നാൽ ഇതിൽ കാണുന്നത് പോലെ വട്ടത്തിന് മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.